ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആക്ച്വലി ഇപ്പോൾ UK ഒരു കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏത് കോഴ്സിലേക്ക് മാറാം. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കണം പല സ്റ്റുഡൻസും മിക്കവാറും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ആക്ച്വലി അവർ യൂസ് ചെയ്യുന്ന ലോജിക്ക് UKയുടേതും വരുന്നത് ചോദിക്കുന്നത് ജർമ്മനി ആയിരിക്കും. ഇത് രണ്ടും രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബാച്ചിലേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മാസ്റ്റേഴ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അവർ ഉറപ്പായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് മാനേജ്മെൻറ്റിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് മേ ബി ഒരു 65% ഉള്ള ഒരു ആൾ വന്നിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കാർഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഓഫ് 3.5 years യു ആർ ഗെറ്റിംഗ് ഇൻ ജർമ്മനി. ആക്ച്വലി അവിടുത്തെ കൾച്ചറായിട്ട് യൂസ്ഡ് ആവാനും അവിടെ നിങ്ങൾക്കൊരു ജോബ് സെക്യൂർ ചെയ്യാനും ദിസ് ടൈം ഇസ് ഇനഫ്, മോർ ദാൻ ഇനഫ് ഐൽ സേ. ഇതിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ EC കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഡാറ്റാ സയൻസിന് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദെയർ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല. നമ്മളൊരു ഹോളിസ്റ്റിക് പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. ഇതിന് ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, ഫ്യൂച്ചറിസ്റ്റിക്കലി നമുക്ക് വേണ്ടതാണ്. ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ആയിരിക്കണം നമ്മൾ സ്റ്റഡി അബ്രോഡ് ചെയ്യുമ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് മൈ കോൺസെപ്റ്റ് ആക്ച്വലി. ഇപ്പോൾ ഇത് എൻമൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ജർമ്മനി മാത്രമാണ് അല്ലേ. എൻമൈൻസ് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഡിവിഷൻ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാ കൺട്രീസും ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ കുറേയൊക്കെ IT ഫീൽഡ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു PM റോളിലേക്കോ അങ്ങനെയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ BBA MBA ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സൈഡൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അധികം നമുക്ക് വരാറ് BTech കഴിഞ്ഞ ആൾക്കാരാണ് ആ രീതിയിൽ വരുന്നത്. BTech കഴിഞ്ഞിട്ട് അവർക്ക് അല്ലെങ്കിൽ MCOM കഴിഞ്ഞിട്ടൊക്കെ MBA ചെയ്യണം അങ്ങനെ ആഗ്രഹത്തിലേക്ക് വരുന്ന ആൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രൈവറ്റിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഫീസിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രസ്റ്റീജ് അങ്ങനെ പല കേസസും കണ്ട് അവർ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാറുണ്ട് ജർമ്മനി എന്നുള്ള. ശരിക്കും ഈ BTech കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ജർമ്മനിൽ ഓപ്ഷൻസ് കുറവാണ്. അതെ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇപ്പം BTech ബാക്ക്ഗ്രൗണ്ടാണ്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്, ബട്ട് അവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് സൈഡായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ ജർമ്മനിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആക്ച്വലി ഇപ്പോൾ UK ഒരു കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏത് കോഴ്സിലേക്ക് മാറാം. ബാച്ചിലേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബാച്ചിലേഴ്സ് ഒരുവിധം എല്ലാ കോഴ്സുകളിലേക്കും നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ BTech കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോയിട്ട് ഈസി ആയിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാം, റൈറ്റ്. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കണം പല സ്റ്റുഡൻസും മിക്കവാറും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ആക്ച്വലി അവർ യൂസ് ചെയ്യുന്ന ലോജിക്ക് UKയുടേതും വരുന്നത് ചോദിക്കുന്നത് ജർമ്മനി ആയിരിക്കും. ഇത് രണ്ടും രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബാച്ചിലേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മാസ്റ്റേഴ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അവർ ഉറപ്പായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് മാനേജ്മെൻറ്റിലായിരിക്കണം എന്നുള്ളതാണ്. വർക്ക് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുമെന്നൊക്കെ കൺസിഡർ ചെയ്യും. അങ്ങനെ വെച്ചിട്ട് അഡ്മിഷൻ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും. പക്ഷേ നമ്മളൊന്ന് മൊത്തത്തിൽ നോക്കുന്ന സമയത്തേക്ക് അങ്ങനെ കിട്ടാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ആക്ച്വലി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്നത്, അതായത് എനിക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാലോ എഞ്ചിനീയറിംഗിൽ നിന്ന് പോകുന്ന പല ആൾക്കാരും അത് വലിയ താല്പര്യം ഉണ്ടായിട്ട് പോകുന്നൊന്നുമില്ല. സംഹൗ ദേ റീച്ച് ദെയർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തേക്കായിരിക്കും അവർക്ക് വർക്ക് ചെയ്യുന്ന താല്പര്യം അവർക്ക് തോന്നുന്നുണ്ടാവും, എനിക്ക് മാനേജ്മെൻറ്റിനോടാണ് താല്പര്യം. അപ്പോൾ നോക്കുന്ന സമയത്തേക്ക് UK ആയിരിക്കും എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. അവരാരെങ്കിലും വിളിച്ച് നോക്കുന്ന സമയത്തേക്ക് ഏതെങ്കിലും കൺസൾട്ടൻറ്റിനെ വിളിക്കുമ്പോൾ UK ഓപ്ഷൻ കൊടുക്കും. UK നോക്കുമ്പോൾ ഫീസിൻ്റെ സൈഡിൽ ഭയങ്കര ഹയർ ആയിരിക്കും. ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്, എന്നാൽ പിന്നെ ജർമ്മനി ട്രൈ ചെയ്തേക്കാം. അങ്ങനെയാണ് പല ആൾക്കാരും ഇങ്ങനെ ഒരു എൻക്വയറി കൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ആക്ച്വലി ജർമ്മനിയുടെ കേസിൽ അത് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കോഴ്സസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കോഴ്സസ് ലൈക്ക് ഇന്നോവേഷൻ മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് തന്നെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ അത്യാവശ്യം നല്ല ഹൈ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഇന്നോവേഷൻ മാനേജ്മെൻറ്റിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഒരു 85% എബോവ് ഉള്ള ഒരാൾക്കാണ് വിത്ത് വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് മേ ബി ഒരു 65% ഉള്ള ഒരു ആൾ വന്നിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. പല സ്റ്റുഡൻസിനും ആക്ച്വലി ഇത് നമ്മൾ ആദ്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അവർ പറയുന്നുണ്ടാവും എൻ്റെ മേ ബി അവർക്ക് കിട്ടിയിട്ടുണ്ട് അഡ്മിഷൻ, ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. അതിൻ്റെ ബാക്കിയുള്ള കൺസിഡറേഷൻസ് ഒന്നും ചിലപ്പോൾ അവരെടുക്കാതെ ബ്ലൈൻഡായിട്ടായിരിക്കും പറയുന്നുണ്ടാവും. ഇപ്പം നമ്മളിത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്തേക്ക് അവർ വേറൊരു കൺസൾട്ടൻസീൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക്, ഇപ്പം ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം, ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം നമ്മളെ അടുത്തേക്ക് വന്നാൽ മതി. ദാറ്റ്സ് ഹൗ വി വർക്ക് അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇവിടുന്ന് എന്തെങ്കിലും കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് തള്ളി പറഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് വിടേണ്ട, വി ഡോണ്ട് ഡൂ ദാറ്റ്. അപ്പം ഈ സെയിം കാര്യം ഇവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എല്ലാം ചെയ്യാമെന്ന് പറയും. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. മേ ബി ഒരു 1 or 2 ഇൻടേക്സ് അവർ സ്പെൻഡ് ചെയ്തിട്ട് ഫെഡപ്പ് ആവുന്നൊരു സമയത്തേക്ക് അവർ പറയും ഇതിപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ ചാൻസ് ഇല്ല, വിൽ ഗോ ഫോർ എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി.
ഓക്കെ, നമ്മൾ കൊടുക്കുന്നൊരു അപ്രോച്ച് അങ്ങനെയല്ല ആക്ച്വലി. ഇതിങ്ങനെയാണ് സംഭവം, നടക്കാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ട്രൈ ഫോർ ഇറ്റ്, നോട്ട് എ പ്രോബ്ലം. പക്ഷേ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ ബാക്കപ്പ് ഓപ്ഷൻ. ഇപ്പോൾ ജർമ്മനിയിൽ ബാക്കപ്പ് ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ്. എനിക്ക് തോന്നുന്നു ഇത് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വി ആർ നോട്ട് പ്രൊമോട്ടിങ് എനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വി ആർ വർക്കിംഗ് വിത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് വി ആർ ഡൂയിങ് ഇറ്റ്. ബട്ട് വി ആർ നോട്ട് എക്സ്ക്ലൂസീവ്ലി പ്രൊമോട്ടിങ് എനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, റൈറ്റ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞേ പറ്റുള്ളൂ, റൈറ്റ്. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്ക് കുറഞ്ഞ ആൾക്കാർ മാത്രമല്ല ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടത്. കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ജർമ്മനിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, അതിൻ്റെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടതും സ്റ്റുഡൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആക്ച്വലി. അവർക്ക് അതിനെ പറ്റിയിട്ടൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. ജർമ്മനി ആസ് എ കൺട്രി ഇറ്റ് സെൽഫ് ഇസ് പൊട്ടൻഷ്യൽ, അല്ലേ. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ കാണുന്ന ഒരു ഇൻഫ്ലോ, അതായത് ഡെഫിനറ്റായിട്ടും കൺട്രി ജർമ്മനി ആസ് എ കൺട്രി അതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണല്ലോ സ്റ്റുഡൻറ്റ് പോകുന്നത്. യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് എക്കണോമിയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്രയധികം ഉണ്ട്. ഇതെല്ലാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനും അപ്ലിക്കബിൾ ആണ്. പക്ഷേ പ്രൊവൈഡഡ് ദേ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട് ഇൻ ദാറ്റ് വേ. ഓക്കെ, അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റിലേക്കുള്ള സ്വിച്ചിങ് ഇസ് നോട്ട് ദാറ്റ് ഈസി ആൻഡ് കോഴ്സസ് ആർ ലെസ്. അവർ ഡെഫിനറ്റായിട്ടും ദേ ഹാവ് ടു സീ ഫോർ എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഡെഫിനറ്റ്ലി റിക്വയർ എ പ്ലാനിങ് ആൻഡ് എ റോഡ് മാപ്പ് വേർ വി ക്യാൻ ഹെൽപ്പ് ദം ഔട്ട്. നമ്മളിപ്പോൾ സംസാരിച്ചൊരു ടോപ്പിക് പോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഡാറ്റാ സയൻസ്. ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻക്വയറി വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് പോസിബിളാണ് ഡാറ്റാ സയൻസ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ കേരളത്തിലൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈസി കഴിഞ്ഞ ആൾക്കാർ, ട്രിപ്പിൾ കഴിഞ്ഞ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യണത് IT സെക്ടറിലായിരിക്കും. സോ അവരുടെ ഒരു 3 years അല്ലെങ്കിൽ 5 years ഒക്കെ എക്സ്പീരിയൻസ് വെച്ച ആൾക്കാർ അവർ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഡാറ്റാ സയൻസ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. സോ ഡെഫിനറ്റ്ലി അവർ ചൂസ് ചെയ്യണതും ഡാറ്റാ സയൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമുക്കൊരു ഇൻടേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാച്ചിലേഴ്സായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ല, ശരിക്കും ഇല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റുഡൻസിൻ്റെ ക്രൗഡ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതെ, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ് സൈഡിൽ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഈ രണ്ട്. കാരണം അവരൊക്കെ വർക്ക് ചെയ്യണത് IT ഫീൽഡ് അല്ലെങ്കിൽ CS ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്തത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഫീൽഡും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റുഡൻസിന് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും നമുക്ക്? അല്ല, ഇത് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈസി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഡാറ്റാ സയൻസിന് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ദെയർ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല. അവർ ഇത്രയും എഫേർട്ടും സമയവും ഇതിൻ്റെ മേലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദേ ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഓക്കെ, പ്രത്യേകിച്ച് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ ഒരു സെക്ടേഴ്സ് ജർമ്മനിയിൽ ഭയങ്കര ബൂമിംഗ് ആണ്. അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്രയും ഹൈ ആണ്. ഇപ്പോൾ ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി കാർഡിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് പോയിട്ട് ഇങ്ങനെയുള്ള ജോബ്സിലേക്ക് കയറുന്നുണ്ട്. ആ സെയിം സ്റ്റുഡൻസിന് മേ ബി അവിടെ പോയിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡൻ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ദോ യു ആർ സ്പെൻഡിങ് സം മണി, യു ആർ ഗെറ്റിംഗ് സം 1 to 2 years എക്സ്ട്രാ ഇൻ ജർമ്മനി, അല്ലേ. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കാർഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഓഫ് 3.5 years യു ആർ ഗെറ്റിംഗ് ഇൻ ജർമ്മനി ആക്ച്വലി. അവിടുത്തെ കൾച്ചറായിട്ട് യൂസ്ഡ് ആവാനും അവിടെ നിങ്ങൾക്കൊരു ജോബ് സെക്യൂർ ചെയ്യാനും ദിസ് ടൈം ഇസ് ഇനഫ്, മോർ ദാൻ ഇനഫ് ഐൽ സേ. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം ആക്ച്വലി. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടാനുള്ള ചാൻസസ് ആർ ദർ. പക്ഷേ ഷോർട്ടായിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. യു ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് എ ബാക്കപ്പ് ഓപ്ഷൻ. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ജർമ്മനി വിച്ച് പ്രൊവൈഡ് കോഴ്സസ് ലൈക്ക് ഡാറ്റാ സയൻസ്. അത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അവർക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനിയിപ്പോൾ ഹെൽത്ത് സൈഡിലേക്ക് വരികയാണെങ്കിൽ ജർമ്മനിൽ മാസ്റ്റേഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇംഗ്ലീഷ് ടോട്ട് കോഴ്സ് ചിലത് പെയ്ഡാണ്. അതെ, പക്ഷെ നമുക്ക് കുറേ എൻക്വയറി ഉണ്ട്. ഇപ്പോൾ റെസ്പിറേറ്ററി തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കുറേ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. സോ പബ്ലിക്കിലേക്കുള്ള അവരുടെ ഒരു ചാൻസ്. ഇപ്പോൾ ഫിസിയോതെറാപ്പി കോഴ്സസ് ഉണ്ട് നമുക്ക്, ബട്ട് അല്ലാതെ ഇപ്പോൾ റെസ്പിറേറ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സൊക്കെ, ഒക്യുപ്പേഷണൽ തെറാപ്പി, അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് വരാറുണ്ട്. ഈ ഹെൽത്ത് സെക്ടറും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കോഴ്സ് ജർമ്മനിൽ പബ്ലിക്കിലുള്ളൊരു ചാൻസസ് എങ്ങനെ നമുക്കതിന്? ഇത് നമ്മൾ മുന്നേയും എപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു കൺസേൺ തന്നെയാണ്. ഇത് പിന്നെയും അഡ്രസ്സ് ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഇങ്ങനെ തന്നെയുള്ള എൻക്വയറീസ് ആണ് ആക്ച്വലി. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിലെ ഹെൽത്ത് സെക്ടർ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഓൺ ടോപ്പ് പ്രയോറിറ്റി. അതായത് എപ്പോഴും ഒരു ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിൽ നോക്കുന്ന സമയത്തേക്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഹെൽത്ത് ഉണ്ടാവുക. മിക്കവാറും IT ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അത് ദേ കീപ്പ് ഓൺ ചേഞ്ചിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ഹെൽത്ത് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളൊരു സെക്ടർ തന്നെയാണ്. ഇവർക്കൊരു പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നോക്കുന്ന സമയത്തേക്ക് കോഴ്സസ് ആകാതെ, പക്ഷേ അതും ഫീസ് ഉണ്ട്.
ഫ്രീ ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഹെൽത്ത് കോഴ്സസ് വളരെ കുറവേ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഹെൽത്തിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന ആൾക്കാർ ഐദർ അവർ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മിനിമൽ എമൗണ്ട് ഓഫ് ഫീസ് കൊടുത്തിട്ട് പഠിക്കാൻ റെഡി ആയിരിക്കണം. അതർവൈസ് ദേ ഷുഡ് ഡെഫിനറ്റ്ലി ഓപ്റ്റ് ഫോർ എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നല്ല കോഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം ഒരുപാട് എനിക്ക് തോന്നുന്നു 3-4 ഓപ്ഷൻസ് തന്നെ നല്ല സ്റ്റുഡൻസിന് നമുക്കത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. അതവർ പ്രോപ്പറായിട്ട് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ അബൌട്ട് ഇറ്റ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൺസേൺ ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തു. നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി പോയ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കണതാണ് അവരുടെ സ്പൗസിനെ കൊണ്ടുപോകാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുറത്ത് വരുന്ന എൻക്വയറി ഇപ്പോൾ സ്പൗസ് വിസ. ഇപ്പോൾ സ്വീഡൻ അല്ലെങ്കിൽ പല കൺട്രീസും സ്പൗസ് ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ ജർമ്മനി എത്രത്തോളം സ്പൗസ് ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻമൈൻസ് സ്പൗസ് വിസ ചെയ്യുന്നുണ്ടോ? എൻമൈൻസ് ഡെഫിനറ്റായിട്ട് സ്പൗസ് വിസ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വഴി പോയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മോർ ദാൻ ഒരു 50 സ്പൗസ് വിസയുടെ അടുത്ത് നമ്മൾ സ്റ്റുഡൻസിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. ഇതിൽ സ്പൗസ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്പൗസ് ഫ്രണ്ട്ലി ആസ് ഇറ്റ് യൂസ് ടു ബി ലൈക്ക് UK. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ UK-ലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ ദാറ്റ് മാറ്റർ ഇപ്പോൾ സ്വീഡനിലേക്ക് സ്റ്റുഡൻറ്റ് പോകുന്ന സമയത്തേക്ക് തന്നെ അവർ സ്പൗസിന് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ജർമ്മനിയുടെ കേസിൽ അങ്ങനെയല്ല. ജർമ്മനിയുടെ കേസിൽ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ്റ് അവിടെ പോയിട്ട് മാത്രമേ സ്പൗസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ആക്ച്വലി. അവർക്ക് അവിടെ യുനോ സ്വന്തമായിട്ട് റെൻറ്റഡ് സ്പേസ് ഉണ്ടായിരിക്കണം, പിന്നെ അവർക്ക് പാർട്ട് ടൈം കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സ്പൗസിൻ്റെ കേസിലേക്ക് ആക്ച്വലി ഇത് ഞാൻ ഇപ്പോഴും ഇവിടെയും പ്ലാനിങ് എന്ന് പറഞ്ഞ വേർഡ് തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്പൗസിനെ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ സമയത്ത് തൊട്ടിട്ട് തന്നെ ഇവരിതിൽ തുടങ്ങണം. പല സ്റ്റുഡൻസും ആക്ച്വലി നമ്മുടെ അടുത്ത് പ്രോസസ്സൊക്കെ കഴിയുന്ന സമയത്തേക്കായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയാം. അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക ഇവരുടെ പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ പേരില്ല. എഗെയിൻ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം പാസ്പോർട്ട് മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. റൈറ്റ്. പിന്നെ എല്ലാം സ്റ്റുഡൻറ്റ് അവിടെ എത്തിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്കായിരിക്കും ഇവർ പറയുന്നുണ്ടാവുക സ്പൗസ് ഇതുവരെ ജർമ്മൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, സ്പൗസിന് ഏവണ്ണില്ലാതെ ജർമ്മനിയിലേക്ക് പോകാൻ പറ്റില്ല. റൈറ്റ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നിങ്ങൾ ലോങ് ടേം ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവിടെ പോയിട്ട് സർവൈവ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങളുടെ സ്പൗസിനുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ ടു സമ്മറൈസ് ഇറ്റ്, എൻമൈൻസ് സ്പൗസ് വിസ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതൊരു സർവീസായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സർവീസായിട്ട് തന്നെ നമ്മളത് പ്രൊവൈഡ് കൊടുക്കുന്നത്. ഒറ്റ കാര്യം നമ്മൾ ഇത് ചെയ്യാത്തത്, അതായത് അവർക്ക് വാക്ക് കൊടുക്കാത്ത ഇത്ര സമയത്തിനുള്ളിൽ വിസ എടുത്തു തരും എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. നമുക്ക് ആസ് ലോ ആസ് 12 ദിവസം തൊട്ടിട്ട് ആസ് ലേറ്റ് ആസ് 6 മാസം കൊണ്ട് വരെ വിസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ടൈം ഫ്രെയിം പറയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റായിട്ടും വി ക്യാൻ ഡു ദാറ്റ്. ഇനിയിപ്പോൾ ജർമ്മനിയുടെ കേസിൽ എല്ലാവരും ഇപ്പം പുതുതായിട്ട് ട്രൈ ചെയ്യണത് ഒരു ഓപ്ഷനാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. യെസ്. ജർമ്മനിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഓപ്പർച്യൂണിറ്റി കാർഡിന്? ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനൊരു ചാലഞ്ചിങ് കാർഡ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാലഞ്ചിങ് കാർഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഉറപ്പായിട്ടും ജോബ് കിട്ടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കാർഡ് ഉണ്ട്. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഇവിടുന്ന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 6 മാസം മുമ്പെങ്കിലും പ്രോപ്പറായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന രീതിയിലേക്ക് ഒരു റോഡ് മാപ്പ് വരച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചാലഞ്ചസ് കുറയും. ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പം പല ആൾക്കാരും ദേ ആർ പ്രോമിസിങ് ലൈക്ക് യുനോ അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയൊന്നും അല്ല അതിൻ്റെ റിയാലിറ്റി. അവിടെ പോയിട്ട് ഇപ്പം റീസെൻ്റ്ലി നമ്മളൊരു സ്റ്റുഡൻ്റെ അടുത്ത് ഒരു കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ഐ റിമെമ്പർ ആക്ച്വലി അവരവിടെ എത്തിയിട്ട് 8 മാസമായി. ഇവിടെ അത്യാവശ്യം ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഒരാളാണ്. ആൾക്ക് ഒരു MNCയിൽ തന്നെ ഇവിടെ ഒരു ജോബ് ഉണ്ടായിരുന്നു. പ്രൊഫൈൽ വാസ് ഓൾസോ റിയലി ഗുഡ്. ആ കുട്ടിക്ക് ഇതുവരെ ആയിട്ടാണ് കഴിഞ്ഞ 8 മാസമായിട്ട് ആകെ ഒരു ഇൻ്റർവ്യൂ കോളാണ് കിട്ടിയത്. അതും ജോബ് ഇതുവരെ ആയിട്ടില്ല, ഇൻ്റർവ്യൂ കോളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ വെച്ചാൽ അങ്ങനെ ഒരു വലിയ നമ്പർ ഓഫ് ആൾക്കാർ ഇവിടുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇവിടുന്ന് പല ആൾക്കാരും, അതായത് പല ഏജൻസീസും പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ഓപ്പർച്യൂണിറ്റി കാർഡ് എടുത്തിട്ട് അവിടെ വിട്ടിട്ട് ഉള്ള കേസസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ എന്നെ വിളിച്ചൊരു കേസ് ഇങ്ങനെയാണ്. അവരൊരു ഏജൻസിനെ ഏൽപ്പിച്ചു. ദേ ഹാവ് ടേക്കൺ ഓൾമോസ്റ്റ് ഇവരുടെ അടുത്ത് നിന്ന് 1.5 lakhs അടുത്ത് എങ്ങാനും ഓൾറെഡി വാങ്ങി. എന്നിട്ട് ഇപ്പോൾ ഒരു 4 മാസം എങ്ങാനായി തോന്നുന്നുണ്ട്. ഇവരെ കൊണ്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ടും ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡും വേണ്ട, ഒന്നും വേണ്ട, ഈ പൈസ തിരിച്ചെടുത്താൽ മതി, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം നോക്കിയ സമയത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊന്നും അവർ ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവർക്ക് അവിടെ പോയിട്ട് ഇവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് പോലും ഇവർക്കില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്.
നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് പ്രോപ്പറായിട്ടൊരു ക്ലാരിറ്റി കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ പറ്റും. അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ചെയ്യേണ്ട ഒരു പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അത് ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകണം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡെഫിനറ്റായിട്ടും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ല കൺട്രി, ജർമ്മൻ സ്പീക്കിംഗ് ആണ്. അതിൻ്റെ ബാരിയേഴ്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഏകദേശം നിങ്ങളൊരു 50-60% റിസ്ക് ഫാക്ടർ ഇട്ടിട്ട് തന്നെ ഇതിൽ പോകാൻ പാടുള്ളൂ. അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കൊന്ന് പ്രോപ്പറായിട്ട് തന്നെ വല്ല വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. പ്രൊവൈഡഡ് യു ഹാവ് ടു പ്ലാൻ ഇറ്റ് പ്രോപ്പർലി ആൻഡ് യു ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട് പ്രോപ്പർലി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ജർമ്മനി കഴിഞ്ഞിട്ട് എൻമൈൻസ് വേറെ ഏതെങ്കിലും കൺട്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറേ എൻക്വയറി ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പോയ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് വരാറുണ്ട്. അവരുടെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് അവർ ചിലപ്പോൾ അവരുടെ കസിൻസിനൊക്കെ റെഫർ ചെയ്തിട്ട് എൻമൈൻസ് വേറെ ഏതെങ്കിലും കൺട്രി ചെയ്യുന്നുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആൻസർ കൊടുക്കുകയാണെങ്കിൽ എൻമൈൻസ് വേറെ ചെയ്യുന്നത് എൻമൈൻസ് ആക്ച്വലി ഇപ്പോൾ ഇത് എൻമൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ജർമ്മനി മാത്രമാണ് അല്ലേ. എൻമൈൻസ് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഡിവിഷൻ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാ കൺട്രീസും ചെയ്യുന്നുണ്ട്. UK ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, അയർലൻഡ് ചെയ്യുന്നുണ്ട്, ചില കേസുകളിൽ നമ്മൾ സ്വീഡൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ കൺട്രീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പുറത്ത് ഒരുപാട് കാണാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സൈഡിലേക്ക് അത് ചെയ്യുന്നില്ല. സ്റ്റഡി അബ്രോഡിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ വിഷൻ, അല്ലെങ്കിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള സ്റ്റഡി അബ്രോഡ് കൾച്ചർ തന്നെ മാറണം എന്നാണ് ഞാൻ ഫ്യൂച്ചറിസ്റ്റിക്കലി ഞാനിതിനെ നോക്കിക്കാണുന്നത്. ആക്ച്വലി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോക്കുന്നത്, എല്ലാവരും പോകുന്നുണ്ട്, എന്താ പിന്നെ ഞാനും പോകണം. അതാണ് ഇവിടെ ആർക്കും നിൽക്കണ്ട, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയിട്ട് എന്തെന്നോ, അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതോ, എനിക്കതിനെ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ട സ്കില്ലുണ്ടോ എന്നുള്ളതോ, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സ് എനിക്ക് ആപ്റ്റാണെന്നുള്ളതോ, അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ടിയില്ല. ഇപ്പം റീസെൻ്റ്ലി കുറേ ആയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തേക്ക് ചില ആൾക്കാരോട് സംസാരിച്ചാൽ നമ്മൾ തന്നെ ആലോചിക്കും, ഇത് ശരിക്കും എനിക്കാണോ ക്ലാരിറ്റി ഇല്ലാത്തത്, ഇവർക്കാണോ ക്ലാരിറ്റി ഇല്ലാത്തത് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ചില്ലാണ്. ലൈക്ക് പോവും, ഇത്ര പൈസയുണ്ട്, ഈ ഫീസ് ഇത്ര മതി, ആ കോഴ്സിന് പോകും. അപ്പം ഞാൻ ചോദിച്ചു ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അതപ്പം നോക്കാം. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു സ്റ്റഡി അബ്രോഡിൽ നമുക്ക് നടക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇത് ശരിക്കും ഇതൊരു ബിസിനസ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇതൊരു കച്ചവടമാക്കി കഴിഞ്ഞു അല്ലേ. എവിടെ നോക്കിയാലും നമുക്ക് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഇത് തന്നെയാണ് കാണാനുള്ളത്. അതിൽ തന്നെ ഫ്ലാഷി ആയിട്ടുള്ള ഓഫീസസ് നമുക്ക് കാണാം, ഫാൻസി ആയിട്ടും ഫ്ലാഷി ആയിട്ടുള്ള ഓഫീസസ് കാണാം, ഫ്ലാഷി ആയിട്ടുള്ള ആഡ്സ് കാണാം. പല കൺസൾട്ടൻസീസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണോ അതിനെയായിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. നമ്മളൊരു ഹോളിസ്റ്റിക് പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. ഇതിന് ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, ഫ്യൂച്ചറിസ്റ്റിക്കലി നമുക്ക് വേണ്ടതാണ്. ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ആയിരിക്കണം നമ്മൾ സ്റ്റഡി അബ്രോഡ് ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മൈ കോൺസെപ്റ്റ് ആക്ച്വലി. അതുകൊണ്ടാണ് എൻമൈൻസ് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ പുറത്തധികം എവിടെയും കാണാത്തതും ഒരുപാട് ആഡ് അതിൻ്റെ ഒന്നും പോകാത്തതും. നമ്മൾ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് റെഫറൻസ് ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട്. ഇപ്പോൾ കരിയർ കോച്ചിങ്ങിന് നമ്മുടെ അടുത്തേക്ക് വരുന്നതൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെ നമുക്ക് പ്രോപ്പറായിട്ട് ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട് ആക്ച്വലി. അപ്പം പോഡ്കാസ്റ്റ് കണ്ടിട്ട് നമുക്ക് എൻക്വയറി വരുന്നത് ജർമ്മനി എൻക്വയറി ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ പല കേസിലും അവർക്ക് വേണ്ടി വരിക, നമ്മൾ സംസാരിച്ച് വരുന്ന സമയത്തേക്ക് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടും വേറൊരു പിക്ചറായിരിക്കും വേണ്ടി വരിക. അത് ആക്ച്വലി നമ്മുടെ കരിയർ കോച്ചിങ് എന്ന് പറയുന്ന ഒരു സർവീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് അതല്ല, നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട ആളല്ല, യു ഹാവ് ടു വർക്ക് ഔട്ട് ഓവർ ഹിയർ. ചില ആൾക്കാർ ജർമ്മനി എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് UK എന്ന് ചോദിച്ചു വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ട് ചിലപ്പം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ജർമ്മനി ആയിരിക്കും, ഓർ ചിലപ്പോൾ സ്വീഡൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. സോ നമ്മുടെ സ്റ്റഡി അബ്രോഡ് സർവീസസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തോട്ട് പ്രോസസ്സായിട്ട് മാച്ച് ആവുന്ന ആളുകൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പം ഫോർ ദാറ്റ് മാറ്റർ നമ്മളിവിടെ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പോലും ഇതിനൊരു വിഷനായിട്ട് കണ്ടിട്ട്, ഇതിനൊരിക്കലും ഒരു ബിസിനസ് അല്ലാതെ, ഡെഫിനറ്റായിട്ടും ബിസിനസ് ആണോ എന്ന് വെച്ചാൽ ബിസിനസ്സാണ്, ദാറ്റ് ഈസ് ദെയർ, ബട്ട് ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ ഒരു വിഷൻ ഇതിലേക്ക് കണ്ടിട്ട് ഇതിലൊരു ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിച്ചിട്ട് അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാറ്റമാണ് എന്ന് ചിന്തിച്ചിട്ട് നമ്മളടുത്തേക്ക് വരേണ്ട ആൾക്കാർ ആയിരിക്കണം നമ്മൾ വരണം എന്ന്. ഇപ്പം ഈ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആക്ച്വലി, നിങ്ങൾ ഓഫീസിൽ ജോലി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പല ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറയുന്ന സമയത്ത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വിഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ജോബ്. പിന്നെ പാരൻസ്, ഞാൻ പറഞ്ഞല്ലോ, പാരൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ അവർക്ക് ചിലപ്പം വേണ്ടി വരിക ഇതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്താലും ചില സ്റ്റുഡൻറ്റിനും പാരൻറ്റിനും അവർക്ക് ഇതൊന്നും ആയിരിക്കില്ല വേണ്ടി വരിക. അവർക്ക് ചിലപ്പം ആരെങ്കിലും കൊടുക്കുന്ന ഫേക്ക് പ്രോമിസസും
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫ്ലാഷി അപ്രോച്ചസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാം, ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം നമ്മളുടെ ബാക്കിയുള്ള കൺട്രീസ് വർക്ക് ചെയ്യുന്നത്. സോ ടു കൺക്ലൂഡ്, ഡെഫിനറ്റ്ലി എൻഹാൻസസ് ഇൻ ടു സ്റ്റഡി അബ്രോഡ് ടു അതർ കൺട്രീസ് ഓൾസോ. പക്ഷേ ജർമ്മനി ചെയ്യുന്ന അത്ര കോംപ്രിഹെൻസീവായിട്ട് ചെയ്യുന്നില്ല. മൈ വിഷൻ ഇസ് ടു മേക്ക് ഇറ്റ് ടു ദാറ്റ് ലെവൽ. ആക്ച്വലി ജർമ്മനിയിൽ നമുക്ക് എത്ര കമാൻഡ് ഉണ്ടോ ആ കമാൻഡോട് കൂടിയിട്ട് ഓരോ കൺട്രി സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തിട്ട് ഓരോ കൺട്രിയും ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ്സ് ആർ ലോങ്ങർ വിഷൻ. ഇപ്പോൾ ജർമ്മൻ സ്പീക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഫോക്കസ് ചെയ്തൊരു കൺട്രിയാണ് ഓസ്ട്രിയ. സോ നമുക്കും കുറേ എൻക്വയറി വരാറുണ്ട്, നിങ്ങൾ ജർമ്മനി മാത്രമേ ചെയ്യണുള്ളൂ, ഓസ്ട്രിയ ട്രൈ ചെയ്യാറില്ല എന്നുള്ള ഇതിൽ. അപ്പോൾ ഓസ്ട്രിയയുടെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? നമ്മുടെ എൻമൈൻസിൻ്റെ സൈഡിൽ നിന്ന് അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓസ്ട്രിയക്ക് ഇൻഫാക്റ്റ് ആക്ച്വലി നമുക്ക് ഓസ്ട്രിയയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം തന്നെയുണ്ട്. ഓസ്ട്രിയയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് ആക്ച്വലി. അവർ നമ്മൾ കൂടെ, അതായത് വൺസ് നമ്മളെ സ്റ്റുഡൻസ് ഓസ്ട്രിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീം പോലും ഉണ്ട്. ഓസ്ട്രിയൻ്റെ കേസിലേക്ക് വരുന്ന സമയത്തേക്ക് പല ആൾക്കാർക്കും പല രീതിയിലാണ് അവരുടെ അടുത്തുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ പല സ്റ്റുഡൻസ് നമ്മളടുത്തേക്ക് വരുന്നുണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് മാർക്ക് കുറവാണ്, ജർമ്മനിയിലേക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് എടുത്തു തരണം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജർമ്മനിയിലേക്ക് മാർക്ക് കുറവുള്ള അല്ലെങ്കിൽ ജർമ്മനി കിട്ടാത്ത ആൾക്കാരല്ല ഓസ്ട്രേലിയയിൽ പോകേണ്ടത് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ഒരു ധാരണയല്ല വെക്കേണ്ടത്. പക്ഷേ ചില കോഴ്സുകൾക്ക് ആക്ച്വലി ഈവൻ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ അത്ര കോമ്പറ്റീറ്റീവ് അല്ലാത്തതുകൊണ്ട് ഈവൻ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അത് ശരിക്കും ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ചില കേസിൽ നമ്മൾ ഓസ്ട്രിയയ്ക്ക് കൂടെ ആപ്ലിക്കേഷൻ ഇട്ട് നോക്കാറുണ്ട്. ഓസ്ട്രിയയുടെ കേസിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ആണ് കുറച്ച് പ്രോസസ്സ്. ഇപ്പോൾ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി പോലെ അത്ര എളുപ്പമല്ല. അതായത് നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും ബ്ലോക്ക്ഡ് അക്കൗണ്ട് റെഡി ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പത്തിൽ അത് നടക്കില്ല. ഇതിൻ്റെ ഫൈനാൻഷ്യൽ സൈഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, വിസ പ്രൊസീജിയേഴ്സിനും ഏകദേശം ഒരു 3-4 മാസം സമയമെടുക്കും. വിസ കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ റെഡി ആവേണ്ടതുണ്ട്, RP കിട്ടേണ്ടതുണ്ട്, കുറേ പ്രോസസ്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഓസ്ട്രേലിയയിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രൊഫൈൽസ് ഉണ്ട് ആക്ച്വലി. സ്പെസിഫിക് ആയിട്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി മാത്രം നമ്മളെടുത്ത് വരുന്ന സ്റ്റുഡൻസ് പോലും ഉണ്ട്. ഞാൻ ഇന്ന നക്ഷൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജർമ്മനി കിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഓസ്ട്രേലിയ എടുത്ത് തരണം എന്ന് പറഞ്ഞാൽ ദാറ്റ് മേ നോട്ട് വർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പിന്നെ ഫൈനാൻഷ്യൽസിൻ്റെ കേസും കൂടെ ജർമ്മനിയുടെ അത്ര എളുപ്പമല്ല ഓസ്ട്രിയ. പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക്കലി നോക്കുന്ന സമയത്തേക്ക്, ഇപ്പം ജോബിൻ്റെ പൊട്ടൻഷ്യലൊക്കെ നോക്കുന്ന സമയത്തേക്ക് ഓസ്ട്രിയ ഈസ് ഓൾസോ ഡെഫിനറ്റ്ലി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെ അഡ്മിഷൻസ് ഫ്രീ കൂടിയാണ്. UK കേസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു 2018 ഉണ്ടായിരുന്ന പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന പോലെ അല്ല ഇപ്പോൾ UK സിറ്റുവേഷൻ. അതെ, ആകെ മാറിയിട്ടുണ്ട്. UK പോവരുത് എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ UK സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടൊക്കെ. UK ഇപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റുഡൻസ് ഉണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്തായിരിക്കും? UK റിയാലിറ്റി നമുക്ക് എങ്ങനെ അതിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ? സംഭവമല്ല, സത്യമാണ്. UK ഈ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ജോബ് കിട്ടാൻ, പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അക്കോമഡേഷൻ്റെ കേസിൽ ബുദ്ധിമുട്ടുണ്ട്, പല കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റുഡൻസൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഈ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പോയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ഇത് എത്രമാത്രം അതിന് പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി പല ആൾക്കാരും പല കൺസൾട്ടൻസിൻ്റെ അടുത്തേക്ക് പോകുന്നു, അവരേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു, പോകുന്നു. ഇപ്പോൾ ചില കോഴ്സുകൾക്ക് മേ ബി UK സ്യൂട്ടബിൾ പോലും ആവില്ല. അപ്പം തീരെ സ്യൂട്ടബിൾ അല്ലാത്തൊരു കോഴ്സിന് UK പോയിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇവിടുന്ന് പോകുന്ന സമയത്തേക്ക് ഇത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. പക്ഷേ ഓൺ എ ബ്രൈറ്റർ സൈഡ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനാരിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടേത് UK അവരൊന്നും ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റായിട്ടും ഈ ഇൻഫ്ലേഷനും വാറിൻ്റെ സിനാരിയോ ഒക്കെ അവരൊക്കെ ബാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾ ഐ അഗ്രി ടു ഇറ്റ്. പക്ഷേ ഇത്ര പറയുന്നൊരു വേഴ്സ്റ്റ് സിനാരിയോ ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടല്ലോ, അതിന് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് UK കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഈവൻ ഇത് കഴിഞ്ഞിട്ട് ജോബിലേക്ക് മാറിയ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. പിന്നെ ഈ ഹോട്ടൽ സൈഡിലേക്ക് വരുന്ന, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത്, കൾണറി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് UK ഈവൻ നല്ല സ്കോളർഷിപ്പോട് കൂടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവിടെയുണ്ട്. ഇപ്പം നമ്മളിതിനെ ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ പറഞ്ഞ 2 സെക്ടറിൽ, അതായത് ഹോട്ടൽ സെക്ടറിലാണെന്നുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിലും ഈവൻ നമ്മുടെ ഹെൽത്ത് സെക്ടറിലാണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് ഇല്ലാതെ അവർക്കൊന്നും നടക്കില്ല അല്ലേ. അവിടുത്തെ മെയിൻ ലാംഗ്വേജ് തന്നെ ജർമ്മൻ ആണല്ലോ, പ്രൈമറി സ്പീക്കിംഗ് ലാംഗ്വേജ് ജർമ്മനാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ആളുകളോട് എപ്പോഴും ഇൻട്രാക്ഷൻ വേണ്ട ജോലികളാണ്, ഒന്നും നടക്കില്ല. പക്ഷേ UK പോകുന്ന സമയത്തേക്ക് ആ ഒരു ബാരിയർ അവർക്കില്ല.
ഇതിനെ പറ്റിയിട്ടൊന്ന് പ്രോപ്പറാക്കിയിട്ട് മനസ്സിലാക്കി, അതായത് ഇപ്പോൾ ഇവരുടെ യൂണിവേഴ്സിറ്റിയിലും കോഴ്സിൻ്റെ കാര്യവും കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു സിനാരിയോവും പിന്നെ അവിടുത്തെ ഒരു പാർട്ട് ടൈമിൻ്റെ പെർസ്പെക്റ്റീവൊക്കെ ഇവിടെ നിന്ന് തന്നെ ഏകദേശം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് എങ്ങനെ ഇത് നേടിയെടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് UK സ്റ്റിൽ ക്യാൻ ബി കൺസിഡേർഡ്. ഡെഫിനറ്റായിട്ടും ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിനി എത്രയൊക്കെ മോശമാണ് സിനാരിയോസ് ആണെന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഇങ്ങനെയുള്ള സിനാരിയോസ് ഡെഫിനറ്റ്ലി ക്യാൻ ബി കൺസിഡേർഡ്. ജർമ്മനിയുടെ കേസിലേക്ക് ലോൺ അസിസ്റ്റൻസ് എല്ലാ സ്റ്റുഡൻസും സ്കോളർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടാവാറ് സാർ ലോൺ അസിസ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ലോൺ വെച്ചിട്ട് പോകാൻ പറ്റുമോ, ബ്ലോക്ക്ഡ് അക്കൗണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ലോൺ എടുത്ത് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കണം? നമുക്കിതിൽ 1-2 കാര്യങ്ങൾ ആദ്യം ക്ലിയർ ആക്കാം. ഇപ്പോൾ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പല ആൾക്കാരുടെയും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ്. ഇപ്പം UK ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ജർമ്മനിയിൽ ഷോമണി അല്ലല്ലോ, ബ്ലോക്ക്ഡ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഷോമണി ആയിട്ട് കാണിക്കാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഫണ്ടിങ് ഇതെന്തായാലും പറ്റില്ല, റൈറ്റ്. ലോണ് കിട്ടില്ല എന്നുള്ളത്, അതിപ്പോൾ തേർഡ് പാർട്ടി ഫണ്ടിങ് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഓപ്ഷൻ ഓൾറെഡി ഇറ്റ് ഇസ് ഔട്ട്, റൈറ്റ്. എല്ലാവരും പിന്നെ നോക്കുക ലോണിൻ്റെ പോസിബിലിറ്റിയാണ്. അപ്പോൾ പല ആൾക്കാരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ UK-യിലേക്ക് ജർമ്മനീൻ്റെ കേസിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ലോണായിട്ട് കിട്ടില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 40-50 സ്റ്റുഡൻസ് നമ്മളത് ഓരോ ഇൻടേക്കിലും പോകുന്നതും പല ആൾക്കാരും ലോൺ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ലോൺ പോസിബിൾ ആണോ എന്ന് വെച്ചാൽ ലോൺ പോസിബിളാണ്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്ലാനിങ് വേണം. ഇപ്പം ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് കിട്ടും. നിങ്ങളുടെ ഫീസ് ഇത്രയാണ്, ലിവിങ് എക്സ്പെൻസസ് ഇത്രയായിരിക്കും, സോ ടോട്ടൽ നിങ്ങൾക്ക് ഇത്ര ലോൺ വേണമെന്ന് പറഞ്ഞിട്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീ ഇല്ലാത്തത് കൊണ്ടും പല യൂണിവേഴ്സിറ്റീസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെയർ ചെയ്യില്ല. അപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ മെയിൽ അയച്ചിട്ട് എനിക്ക് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിങ് ഇത് തരുമോ എന്ന് ചോദിച്ചാൽ അവർ തരാറുണ്ട്. പക്ഷേ ചില യൂണിവേഴ്സിറ്റീസ് അത് കൊടുക്കാറ് പോലുമില്ല. അപ്പോൾ നിങ്ങൾ ലോണിന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്തേക്ക് തന്നെ ഒന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളാണ് നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് എനിക്കിങ്ങനെ ലോണിനാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. വി ക്യാൻ കണക്ട് യു വിത്ത് സംവൺ ഹൂം യു ക്യാൻ ടോക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ എലിജിബിൾ ഫോർ എ ലോൺ ഓർ നോട്ട്. ഇപ്പോൾ പല കേസിലും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലുള്ള ഓഫർ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഇത്രയും ബാക്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഇത് എടുത്തു കൊടുത്തിട്ട് ലാസ്റ്റിലേക്കായിരിക്കും സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയുന്നുണ്ടാവുക എനിക്ക് ലോൺ കിട്ടില്ല എന്നുള്ളത്. അത് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഡിസപ്പോയിൻറ്റിങ് സിറ്റുവേഷനാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരാൾ കൊതിക്കുന്നൊരു ഒരു പ്ലേസാണ് നിങ്ങൾ വേറൊരാളുടെ പ്ലേസാണ് നിങ്ങൾ എടുക്കുന്നത്, അല്ലേ? അത് തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ചില സ്റ്റുഡൻസിന് 2-3 ഓഫർ ലെറ്റർ ഉള്ള ആൾക്കാർ ലോണിൻ്റെ കാര്യം കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഹാസ് ടു ബി എ ബിറ്റ് മോർ റെസ്പോൺസിബിൾ വിത്ത് ദിസ്. ഇവരാദ്യം തന്നെ ഇതിനെ പറ്റിയിട്ടൊന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇവർക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽ കണക്ട് വിത്ത് സമ്മൺ ഹൂം യു ക്യാൻ കൺസൾട്ട്. ഇപ്പം നമ്മൾ ലോണിൻ്റെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നത് തന്നെ സ്റ്റുഡൻസിന് ലോൺ സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളൊന്ന് ആദ്യം തന്നെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, വെദർ ഐ ആം എലിജിബിൾ ഫോർ ദ ലോൺ ഓർ നോട്ട്. എന്നിട്ട് മതിയല്ലോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കൊളാട്രൽ ഇല്ലാതെ ലോൺ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് തോന്നുന്നു ഒരു 7 lakhs വരെ അങ്ങനെ കിട്ടുന്നുണ്ടാവുള്ളൂ. സോ കൊളാട്രലുള്ള ലോൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്റ്റുഡൻറ്റ് ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം ലോണിൻ്റെ കേസിൽ.